ആയിക്കോട്ടെ കാണാം. കുറച്ച് ദിവസമായിട്ടുള്ളൂ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരെണ്ണം റെഡിയായി നിൽക്കുന്നുണ്ട്. ആ പറയടാ. ഇന്നലെ പോയതൊന്ന് റെഡി ആയിട്ടുണ്ട്. മാമ പിന്നെ ഒക്കെ ഇറങ്ങി കുട്ടികളെ കൊടുക്കണേന് നമുക്ക് ഒന്ന് അന്വേഷിക്കണല്ലോ എല്ലായിടത്തും. വീട്ടിൽ നാട്ടുകാർക്കാണല്ലോ. അല്ല ഒന്നും തോന്നരുത്, മോനൊന്നും തോന്നരുത്. വെള്ളമുള്ള കാര്യങ്ങളല്ലേ, അതൊന്ന് അന്വേഷിക്കണോ, എല്ലായിടത്തും ഒന്ന് അന്വേഷിക്കണോ. വീട്ടില് അന്വേഷിച്ചാണ്. അപ്പൊ ഒന്നും തോന്നരുത്, ഒന്നും തോന്നരുത്. ഞാൻ പോവാണ്. അല്ല തോന്നരുത്. അയ്യോ അല്ല ചായ വേണ്ട. അല്ല വേണ്ട, ആദ്യമായിട്ട് നമ്മള് നാട്ടിലൊക്കെ വന്നാലും നമുക്ക് ചായ ചേച്ചി ഒരു ചായ, 2 ചായ. ചേച്ചി ചായ വേഗം എടുക്കണേ. എന്താ കുട്ടിയാ വർത്താനൊക്കെ? നല്ല വർത്താനം, സുഖമായിട്ട് പോകുന്നു. എന്താ കാര്യങ്ങളൊക്കെ? എന്ന് ഈ പോക്കൊക്കെ പോക്കിന് കഷ്ടി 1 മാസം കൂടി ഉണ്ട്. കുട്ടി കാര്യങ്ങളൊക്കെ ഒന്ന് ഇപ്പൊ നോക്കണ്ടേ? നോക്കണം. കാരണന്മാരൊക്കെ തീരുമാനിക്കും. ആയിക്കോട്ടെ. ഇപ്പൊ ഈ പോണേന്റെ ഇടയ്ക്കെല്ലാം ശരിയാവണ്ടേ? അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ആയിക്കോട്ടെ. ഇനിയിപ്പോ ഞങ്ങളെല്ലാവരും കാരണന്മാരൊക്കെ ഒന്ന് നോക്കാം അല്ലേ? അതെ, അങ്ങനെയാണല്ലോ. അതെ അതെ അതെ. ചായ കുടിക്കും. ചൂടുള്ളതാണ്, വെള്ളം കുടിച്ചാൽ ഭയങ്കര ചൂട്. കഴിക്കാന്നില്ലേ? തേങ്ങാമണ്ണ എടുക്കാല്ലേ? ആയിക്കോട്ടെ. ചേച്ചി ഒരു ചായ ഇട്ടാ ലേറ്റ്. ശരി, എന്താ ഒന്ന് ഞാൻ ഒരാഴ്ചയായി. ഓക്കെ. പിന്നെ വന്നതിന്റെ ചെലവ് കിട്ടിയില്ല കേട്ടോ. അത് കുഴപ്പമില്ല, പാടിക്ക് പോവാന്ന്. എന്തുമുണ്ട് 10 പൈസ ഗൾഫ് പോയിട്ട് ഉണ്ടാക്കിയപ്പോ പണിക്ക് പണ്ടാ പൂരപ്പറമ്പിൽ തല്ലുണ്ടാക്കിട്ട് തൊള്ളല പല്ല് കമ്പ്ലീറ്റ് അടിച്ചു വെച്ചാ നാട്ടില്. വൈകുന്നേരം ഇന്നലെ പോയി കണ്ട പെൺകുട്ട മാമനാണ് നായി. ചായ കുടിക്കിട്ടാ ചേച്ചേ? ചായ വേണ്ട. അല്ല മാമ, അപ്പൊ നമ്മളെ കാര്യങ്ങളൊക്കെ ബാക്കി അത് ഞാൻ വീട്ടിൽ പോയിട്ടൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് അനുസരിക്കും. എന്താ ചായ കുടിച്ചില്ലല്ലോ? ചായ കുടിച്ചില്ലല്ലോ? ഒന്നും പറയണ്ട ചേട്ടാ, നാട് മുഴുവൻ നടന്ന് 100 പെൺകുട്ടികളെ കണ്ടു. അതിൽ അവസാനം ഒന്ന് ഉറച്ചു വന്നതായിരുന്നു. അതാണ് ഇപ്പൊ ആ നായിന്റെ വന്നിട്ട് കൊളാക്കി. ഒന്നും പറയണ്ട.